നമസ്കാരം. തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്രക്കിടയിൽ ക്ഷീണിതനായ ഗുരു ശിഷ്യനോട് കുടിവെള്ളം ആവശ്യപ്പെടുന്നുണ്ട്. ശിഷ്യൻ പുഴയിലേക്ക് ഓടി കുടിവെള്ളവുമായി വന്നു. കലക്കവെള്ളം. ശിഷ്യൻ വീണ്ടും ഓടി, പക്ഷേ വീണ്ടും കിട്ടിയത് കലക്കവെള്ളം. ഗുരു നിർബന്ധിച്ച് കുടിവെള്ളത്തിനായി പുഴക്കരയിലേക്ക് ശിഷ്യനെ വീണ്ടും വിട്ടു. ഇത്തവണ പുഴക്കരയിലെത്തിയ ശിഷ്യൻ ആ കാഴ്ച കണ്ടു. കുറേ കാളവണ്ടികൾ പുഴ കലക്കി കുതിച്ചു പായുന്നു. ശിഷ്യൻ അവിടെ കാത്തിരുന്നു ഒത്തിരി സമയം. അവസാനം പുഴ തെളിഞ്ഞു. പുഴ ശാന്തമായി. തെളിനീര് കുടിച്ച് ഗുരു ആഹ്ലാദവാനുമായി എന്നാണ് കഥ. ഒരു പെൺകുട്ടി സൈക്കോളജിയും ആന്ത്രപ്പോളജിയും പഠിച്ച് ആർട്ട് ആന്ത്രപ്പോളജിയിൽ ഗവേഷണം നടത്താൻ ഒരു വിദേശ സർവകലാശാലയിലെത്തുന്നു. ഒരു ദിവസം ഗവേഷണം അവസാനിപ്പിച്ച് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തിരികെ നാട്ടിലേക്ക് എത്തുന്നു. തരംഗം എന്ന സിനിമയിൽ അഭിനയിക്കുന്നു. പെൺകുട്ടിയുടെ പേര് ശാന്തി ബാലചന്ദ്രൻ. പിന്നെ ജല്ലിക്കെട്ട്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, 2 പേർ, ഗുൽമോഹർ, എന്നെന്നും, സ്വീറ്റ് കാരം കോഫി, ദ ക്രോണിക്കിൾസ് ഓഫ് ബി 4.5 ഗ്യാങ്, ഇങ്ങനെ കുറേ ചിത്രങ്ങളും സീരീസിലും അഭിനയം. പക്ഷേ കഴിഞ്ഞ 8 വർഷങ്ങൾ കഥയിലെ ശിഷ്യനെ പോലെ കലക്കം തെളിയാൻ കാത്തിരിക്കുകയായിരുന്നു ശാന്തി ബാലചന്ദ്രൻ. അവസാനം അത് സംഭവിച്ചു. തെളിനീര് ലഭിച്ചു. ഒരു സിനിമ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോകയുടെ തേരോട്ടം തുടരുന്നു. മലയാള സിനിമയുടെ ഭൂമികയിൽ ഒരു പുത്തൻ ചരിത്രം രചിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ലോക സിനിമയുടെ തിരക്കഥാകൃത്താണ് ശാന്തി ബാലചന്ദ്രൻ. സംവിധായകൻ ഡൊമിനിക് അരുണിനൊപ്പം തിരക്കഥയിലും മേക്കിങ്ങിലും പങ്കാളി. ഒരു സ്ത്രീയെ സൂപ്പർ ഹീറോ ആക്കിയ ചിത്രം, മേക്കിങ്ങിൽ ഹോളിവുഡിനൊപ്പം നിൽക്കുന്ന ചിത്രം, വിശേഷണങ്ങൾ അനവധിയുള്ള ചിത്രമാണ് ലോക. പുതിയ തലമുറയുടെ ഒരു പുതിയ വേർഷൻ. സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ടും പതിതരെ ചേർത്ത് നിർത്തിയുമുള്ള ഒരു തിരക്കഥയാണ് ശാന്തി ബാലചന്ദ്രൻ ഒരുക്കിയത്. നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളുടെ സത്തയെ പ്രയോജനപ്പെടുത്തി പുതിയ ലോകത്തിലേക്ക് വഴി തുറക്കുകയാണ് ശാന്തി. തെളിനീരുള്ള ചില ചിന്തകളെ, ആശയങ്ങളുടെ അടരുകളെ ശാന്തി ബാലചന്ദ്രൻ തിരക്കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായ തിരക്കഥാ രചനാരീതികളെ മാറ്റി നിർത്തി മീഡിയത്തോട് 100% കമ്മിറ്റ്മെന്റ്. ചില്ലിച്ചങ്കാരനാഥമണ്ഡിതവും സിംഹവ്യാക്ര ശല്യാദി മൃഗഗണനിഷേധവുമായ തിരക്കഥയുടെ കാലം കഴിഞ്ഞു. വൃദ്ധജനങ്ങൾ പലരും നിലവിളിക്കുന്നുവെങ്കിലും ശാന്തി ബാലചന്ദ്രൻ എന്ന തിരക്കഥാകൃത്ത് മലയാളത്തിന് ഇനി വില കൂടിയ എഴുത്തുകാരിയാണ്. നമ്മൾ കാണാത്ത ദൃശ്യങ്ങളുടെ, അനുഭവിക്കാത്ത അനുഭവങ്ങളുടെ സൂക്ഷിപ്പുകാരിയാവുകയാണ് ശാന്തി. ലോക എന്ന സിനിമയുടെ രചനയിലൂടെ നമുക്ക് പഠിക്കാൻ ഒരു പാഠപുസ്തകമായി ശാന്തി ബാലചന്ദ്രൻ മാറുന്നുണ്ട്. നമ്മൾ മലയാളികളെ സ്പർശിക്കാതെ മാറി നിന്ന ചില മിത്തുകളെ, സാംസ്കാരിക ചീളുകളെ ശാന്തി നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നു. കൃത്യമായി അവയെ കൂട്ടിച്ചേർത്തു. പുത്തൻ തലമുറ നമ്മുടെ മണ്ണിൽ നിന്നും ദൂരെയല്ല. കാണേണ്ടതിനെ അവർ കാണുന്നുണ്ട്. എടുക്കേണ്ടതിനെ ആവശ്യത്തിനെടുക്കാൻ അവർക്കറിയാം. മുതിർന്നവർ ഉറിയിൽ പൊതിഞ്ഞുകെട്ടി എന്നോ വരാനിരിക്കുന്ന ആർക്കോ വേണ്ടി വെറുതെ സൂക്ഷിക്കപ്പെട്ടവയെ ഒരു നിമിഷം കൊണ്ട് തല്ലി താഴെയിട്ടു ശാന്തി. കൊടുക്കേണ്ടവർക്ക് അവ വീതം വയ്ക്കുകയും ചെയ്തു. ഇതാണ് ശാന്തി ബാലചന്ദ്രൻ്റെ ഡിസ്റപ്റ്റീവ് രചനാരീതി. ശാന്തി ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ കമ്മിറ്റ്മെൻറ്റ് ആരോടാണ്? അവർ ഏറ്റെടുത്തിരിക്കുന്ന സിനിമ എന്ന മീഡിയത്തോടാണ് അവരുടെ കമ്മിറ്റ്മെൻറ്റ്. അതാരോടും വിളിച്ചു കൂവാറുമില്ല. പ്രേക്ഷകരെ ശാന്തി കാണുന്നതിൽ വ്യത്യാസമുണ്ട്. ശാന്തി അവരോടൊപ്പം നിൽക്കുകയാണ്. പ്രേക്ഷകരുടെ ആരവത്തിനൊപ്പം അവർ മുങ്ങിത്താഴുന്നില്ല. എതിർ ശബ്ദങ്ങളെ കേൾക്കാൻ ശാന്തി തയ്യാറാണ്. അതിൽ നിന്നും അവർ ഊർജം സ്വീകരിക്കുന്നുമുണ്ട്. വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങളൊന്നു ചെയ്തു, ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ഈ ഔന്നത്യത്തിൻ്റെ വഴിയാണ് ശാന്തിയുടേത്. ശാന്തി ബാലചന്ദ്രൻ്റെ സിനിമയുടെ രാഷ്ട്രീയം വ്യക്തമാണ്, സുതാര്യമാണ്. അപരൻ്റെ വേദനയിലെ ആശ്വാസമാണ് ശാന്തിയുടെ രാഷ്ട്രീയം. നിന്ദിക്കപ്പെടുന്നവരുടെയും കഴിമരമേറ്റപ്പെടുന്നവരുടെയും കൂടെ നിന്ന് അവസാന ശ്വാസം വരെ അവർക്കായി പൊരുതുക. ഇതവർ വിളിച്ചു പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കരി നിറഞ്ഞ വ്യക്തതയില്ലാത്ത ഒരു കഥാപാത്രത്തെ, നീലി എന്ന കരിയിലയെ ജീവനുള്ള ഒരു കഥാപാത്രമാക്കി ശാന്തി മാറ്റി. നീലിക്ക് ജീവൻ കൊടുത്തു എന്ന് മാത്രമല്ല,
നീലിക്ക് മരണവുമില്ല. നിശബ്ദരാക്കപ്പെട്ടവർക്കായി ശബ്ദിക്കാൻ ശാന്തി നീലിയെ പുനഃസൃഷ്ടി ചെയ്തു. നീലിയുടെ ഉയർത്തെഴുന്നേൽപ്പ് പതിതരുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. പങ്കാളികളായാലും പ്രണയജോഡികളായാലും പെൺകുട്ടിക്ക് പ്രായം കുറഞ്ഞിരിക്കണമെന്ന് ആരോ പറഞ്ഞു വെച്ചത് നമുക്ക് ആചാരമായി. ശാന്തി അതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നസ്ലിൻ്റെ സണ്ണിക്ക് പ്രായം കുറവാണ്, ചന്ദ്രയ്ക്ക് ഇപ്പോഴും റിയലായും പ്രായക്കൂടുതൽ. അല്ല, അങ്ങനെയായാൽ എന്താ പ്രശ്നമെന്നാണ് ശാന്തിയുടെ പോസിറ്റീവ് ചോദ്യം. സിനിമയിലെ നച്ചിയപ്പ ചായ പോലും കുടിക്കാത്ത സൽസ്വഭാവിയാണ്. അസമയത്ത് തെരുവിൽ വെളുത്ത സാരി ചുറ്റിയ പെൺകുട്ടിയെ കണ്ടപ്പോൾ നച്ചിയപ്പയുടെ തനി സ്വഭാവം പുറത്തു വന്നു. നമ്മൾ വളരുന്ന പശ്ചാത്തലം നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുമെന്ന മനഃശാസ്ത്ര പാഠം ശാന്തി ബാലചന്ദ്രൻ നച്ചപ്പയിലൂടെ പറഞ്ഞു വെച്ചു. വർത്തമാനകാല ലോകത്തെ, ഇന്ത്യയെ, കേരളത്തെ സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് ശാന്തി ബാലചന്ദ്രൻ. എല്ലാത്തിനും നേരെ കണ്ണും കാതും തുറന്നു വച്ചിരിക്കുന്നു. അഥവാ എല്ലാത്തിനും സാക്ഷിയാണ് ശാന്തി. ലോകയിൽ ഒരു കഥാപാത്രമുണ്ട്. സണ്ണിക്കും വേണുവിനും നൈജിലിനുമൊപ്പം ഫ്ലാറ്റിൽ ഷിബിൻ എസ് അവതരിപ്പിച്ച മിസ്റ്റർ നോബഡി. ആ കഥാപാത്രം സിനിമയിൽ ഒരിടത്തും ഒന്നും സംസാരിക്കുന്നില്ല, ഒരു ഡയലോഗുമില്ല, വെറുതെ സോഫായിൽ മയങ്ങിക്കിടക്കുന്നു. ഈ ഒരൊറ്റ കഥാപാത്രം മതി ശാന്തി ബാലചന്ദ്രൻ്റെ ക്രിയേറ്റിവിറ്റി അളക്കാൻ. ആ ഫ്ലാറ്റിലും ചുറ്റുവട്ടത്തും നഗരത്തിലാകെയും എന്തെല്ലാം നടക്കുന്നു ഒന്നും അറിയാതെ ആലസ്യത്തിലാണ്ട് കിടക്കുകയാണ് മിസ്റ്റർ നോബഡി. വർത്തമാനകാലത്ത് ഒന്നും അറിയാതെ തിന്നും കുടിച്ചും മയങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലേ? നിശബ്ദരായിരിക്കാൻ നമ്മൾക്ക് എന്ത് അവകാശം? ഒരു അക്കാദമിക് മികവോടെയേ ശാന്തിയുടെ വർക്കിനെ നമുക്ക് കാണാൻ കഴിയൂ. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കിലൂടെ മികച്ച ഔട്ട്കം ശാന്തി സമ്മാനിക്കുന്നു. ഓരോ സീനും കഥാപാത്രങ്ങളും വീണ്ടും വീണ്ടും ഏറെ വ്യാഖ്യാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പല കഥകളും ഒളിപ്പിച്ചാണ് ഓരോ കഥാപാത്രവും നിൽക്കുന്നത്. വിജയരാഘവന്റെ വീട്ടിലെ രോഗിയായ ആ കൊച്ചു പെൺകുട്ടിയില്ലേ, ആ കൊച്ചു പെൺകുട്ടി മുതൽ ഒരു കൈ മാത്രവും വേണ്ട എന്ന ഒരു വാക്കുമാത്രവും ഉച്ചരിക്കുന്ന മമ്മൂട്ടിയുടെ മൂത്തോൻ വരെ അടരുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന തേനിൻ്റെ മധുരം ഇനിയും ഊർന്നിറങ്ങാനുണ്ട്. ഇതിനെയാണ് ബ്രില്യൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുക. ആദ്യ ചിത്രത്തിൽ തന്നെ നല്ല ആത്മവിശ്വാസം ശാന്തിക്കുണ്ട്. അത് പ്രേക്ഷകരിലേക്കും അവർ പകർന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന 4 ചിത്രങ്ങൾക്കായി ശാന്തി ബാലചന്ദ്രൻ പ്യൂപ്പയായി കിടന്നുറങ്ങുമെന്നും പ്യൂപ്പ വിരിഞ്ഞ് ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുമെന്നും പ്രേക്ഷകർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. മലയാളം അറിയില്ല എന്ന കലഹമുയർത്തുന്നവരോട് ശാന്തി ബാലചന്ദ്രനും കല്യാണിയുമൊക്കെ പഠിച്ചതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലും വിദേശത്തും ആണെന്നത് ചേർത്ത് വെച്ചുകൊണ്ട് പറയട്ടെ, ഇത്രയൊക്കെ പോരെ മലയാളം? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ ന്യായീകരിക്കാൻ മെനക്കെടാതെ സ്റ്റോപ്പ് ഇടുന്നുണ്ട് രണ്ടുപേരും. ഒരു കൂട്ടം പുതുതലമുറ സത്യസന്ധതയുടെ വഴിയിലാണ്. ലോക എല്ലാവർക്കുമായിട്ടുള്ള പുതിയ കുഞ്ഞുങ്ങളുടെ സിനിമയാണ്. പുതിയ ലോകത്ത് കോയ്മകളും അതിരുകളും ഇല്ലാതാവുകയാണ്. ലോകം മധുരമുള്ളതാവുകയാണ്. പെണ്ണിൻ്റെ കാരുണ്യമാണ് ഇനി നിറയേണ്ടത്. പെൺകുഞ്ഞുങ്ങളാണ് ഇനി ലോകത്തെ നയിക്കേണ്ടത്. ഒരു തിരക്കഥാകൃത്തും സഹസംവിധായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും തിയേറ്റർ ആർട്ടിസ്റ്റും നടിയുമായ ശാന്തി ബാലചന്ദ്രൻ നമുക്ക് പകരുന്ന സ്വപ്നമാണിത്. സ്ത്രീപക്ഷ ചിന്തയുടെ കേവലവാദങ്ങൾക്കപ്പുറത്ത് സ്ഥായിയായ പ്രായോഗികതയുടെ മാതൃകകൾ സൃഷ്ടിക്കുന്നതിലാണ് ശാന്തിയുടെ കോൺസെൻട്രേഷൻ. ബേസിക്കലി ശാന്തി ബാലചന്ദ്രൻ ഒരു ചിത്രകാരി കൂടിയാണ്. ലോക സിനിമയെ കളർഫുള്ളാക്കാൻ ഇത് ഒട്ടേറെ സഹായിച്ചിട്ടുമുണ്ട്. ഒരു കുഞ്ഞു കാര്യം കൂടി, സ്വന്തം കുഞ്ഞിൻ്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞ് ചിറകടിച്ച് പറക്കുന്നത് കാണാൻ കൂടൊരുക്കിയ 2 പേർ കൂടിയുണ്ട് ഈ കഥ പറച്ചിലിൽ. കിളിക്കുഞ്ഞിൻ്റെ പറക്കലിനായി അവർ ക്ഷമയോടെ കാത്തിരുന്നു. ഒരു പെൻഗ്വിൻ കുടുംബം സ്വന്തം കുഞ്ഞിനായി തപസ് ചെയ്യും പോലെ. ശാന്തി ബാലചന്ദ്രൻ്റെ ഗ്രേറ്റ് പേരൻസ്. ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്ന എം ബാലചന്ദ്രനും MS പ്രേമലതയും. എം ബാലചന്ദ്രൻ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ പരിഭാഷകൻ കൂടിയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര പുത്തൻ സിനിമയുടെ തുടക്കമാണ്. ശാന്തിയുടെ തിരക്കഥയിൽ ഒളിച്ചിരിക്കുന്ന സംഗീതം മനുഷ്യരുടെ ആത്മാവിൽ നിന്നുയരുന്ന കരിനിറമുള്ള പുകയും വെളിച്ചവും കൂടിയാണ്. ചിരിയും കണ്ണീരും പ്രണയവും രോഷവും ചോരയും മിത്തും ചിന്തകളും നിറഞ്ഞൊരു ലോകം ശാന്തി ബാലചന്ദ്രൻ സൃഷ്ടിക്കുന്നുണ്ട്. അഥവാ
ഒരു പുതിയ ലോകത്തെ ശാന്തി പുതുക്കി വരയുന്നു. അതിനൊരു പെണ്ണിൻ്റെ ഛായ കൂടിയുണ്ട്. നമുക്ക് ആകാശത്തേക്ക് കണ്ണും കാതും മനസ്സും തുറന്നു വയ്ക്കാം.